കഴിഞ്ഞ ദിവസം എൻ്റെ മൈലപ്രായിലുള്ള വീട്ടിൽ വന്ന വീഡിയോ ആണല്ലോ ഞാൻ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന്. പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. ഇന്ന് കർക്കിടകവാവ് പ്രമാണിച്ച് മമ്മി ഇന്ന് ഇലയുടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇലയുടെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മമ്മിയുടെ കുറച്ച് കൃഷി ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. വീടിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ്. അപ്പോൾ മത്തങ്ങയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത്. കുറേ മത്തങ്ങ ഉണ്ട്. ഇതുവരെ പറിച്ചിട്ടില്ല. അപ്പം ഞാൻ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് പറിക്കാമെന്ന് വിചാരിച്ച് മമ്മി ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മത്തങ്ങയിൽ നിന്ന് 2-3 അരി വെറുതെ ഒന്ന് പാകിയതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത്രയും മത്തങ്ങ ഉണ്ടായിരിക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ പയറുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് പറിച്ചെടുക്കുവാണ്. ഒരു 6 മാസം മുമ്പായിരുന്നു ഈ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്. ആ ഒരു സമയത്ത് ഞാൻ വീടെല്ലാം ഫുള്ളി കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ ഒന്നും വീടിന് ഉള്ളിലത്തെ കാണിക്കണില്ലേ. അപ്പോൾ 4 മണിയായപ്പോൾ തന്നെ പപ്പയാണെങ്കിൽ കുറച്ച് ഉഴുന്നുവട വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഉഴുന്നുവട ചട്നിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. നല്ല ചൂട് ഉഴുന്നുവടയായിരുന്നു. കൂടാണെങ്കിൽ തേയില വെള്ളം കൂടിയാണ് കുടിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ വീഡിയോ ആണിത്. രാത്രിയിലാണെങ്കിൽ ഉച്ചയ്ക്ക് മമ്മി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വരാനായിട്ട്, അപ്പോൾ അതുകൊണ്ട് രാത്രിയിലാണ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിച്ചത്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. എൻ്റെ പപ്പയും ബ്രദറും 2 പേരും ഇന്ത്യൻ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർമി ക്യാൻറ്റീനിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു തന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ്റെ കബറിടത്തിലാണ്. ഇവിടെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വന്നിട്ടുണ്ട് മമ്മിയുടെ കൂട്ടത്തിൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വന്നത്. അവിടെ ഞങ്ങൾ റമ്പാച്ചനുമായിട്ടൊക്കെ കുറേ നേരം സംസാരിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു. പിന്നെ അവിടെ ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ സഹായത്തിനൊക്കെ ആയിട്ട് എഴുതി വെക്കാനൊരു ബുക്കുണ്ട്. അതിൽ പ്രാർത്ഥനാ സഹായമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മമ്മിയൊക്കെ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് കുറിയാക്കോസ് ആശ്രമം എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ഇത് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിൻ്റെ കുടുംബ പള്ളി എന്ന പേരിലാണ് ഈ ഒരു പള്ളി അറിയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേനും മമ്മിയാണെങ്കിൽ ഒരു മത്തങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. ആദ്യത്തെ മത്തങ്ങയാണ്. ഇതെനിക്ക് കൊണ്ടുപോകാനൊന്നുമല്ല, ഇതാണെങ്കിൽ ബ്രദറിന് വേണ്ടിയിട്ട് പൊട്ടിച്ചതാണ്. ഇതാണ് ബ്രദറിൻ്റെ വീട്. ഞങ്ങൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബ്രദർ താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അവിടെ വന്നിട്ട് ഉള്ളിവടയും ചായയൊക്കെ കഴിച്ചിട്ട് നേരെ പുറത്തിറങ്ങി. ഇതാണ് ഇവരുടെ പെറ്റ് ബ്രൗണി. ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ ആണെങ്കിൽ ഈ പട്ടിയോടും പൂച്ചയോടും മിണ്ടാപ്രാണികളോടും ഒക്കെ ആണെങ്കിൽ ഒത്തിരി സ്നേഹമാണ്. മമ്മിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്രദറിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന മുന്തിരിയാണ്. ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇത് ഞാനാണെങ്കിൽ തിരിച്ച് കോഴഞ്ചേരിയിലേക്ക് പോകുന്ന ദിവസം എടുത്ത വീഡിയോ ആണ്. ഉച്ചയ്ക്കത്തെ ലഞ്ച് ഞാനും മോനും വീട്ടിൽ നിന്ന് കഴിച്ചു. അപ്പോൾ പോകാൻ നേരത്തെ എൻ്റെ മദറിൻ ലോയ്ക്ക് വേണ്ടി മമ്മി ഒരു പൊതിയും കൂടെ കെട്ടി തന്നു. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് പയറിലയും പിന്നെ പയറും ഒക്കെ ഒന്ന് നുള്ളി തന്നിട്ടുണ്ട്. പിന്നെ ഒരു മത്തങ്ങായും മമ്മി പറിച്ചു തന്നിട്ടാണ്. അതിനിടയിൽ ചേച്ചി